നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ RSSന്റെ അനുഗ്രഹാശിസുകളോടെ രൂപം കണ്ട തീവ്ര ക്രൈസ്തവ സംഘടന. ഈ സംഘടന ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്, അതും RSSന്റെ അനുഗ്രഹാശിസുകളോടെ. പൂർണ്ണമായ അല്ലെങ്കിൽ തികഞ്ഞ മുസ്ലിം വിരുദ്ധതയുമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന സംഘടനയാണ് കാസ. കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് പ്രസ്താവനകളുമെല്ലാം കേരളത്തിൽ വലിയ തോതിലുള്ള മതങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പും വെറുപ്പും സൃഷ്ടിക്കുന്നുവെന്നുള്ള ആരോപണം നിരന്തരം ഉയരുന്നുണ്ട്. പലരും കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ കേസ് കൊടുക്കാറുമുണ്ട്. കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും 100% ഇസ്ലാമിക വിരുദ്ധം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ ഉന്നം വച്ചുകൊണ്ടുള്ളതാണെന്നും മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആരോപണ ശരങ്ങൾ കൊണ്ട് മൂടുന്നതാണെന്നുള്ളതുമാണ് പലപ്പോഴും അവർക്ക് എതിരെ ഉയരുന്ന ആരോപണം. RSS രൂപം കൊടുത്ത ക്രിസ്ത്യാനികളുടെ ഒരു മുസ്ലിം വിരുദ്ധ സംഘടനയാണ് കാസ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ കാസ വരും മാസം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരികയാണ്. തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഈ രാഷ്ട്രീയ പാർട്ടി BJPയുമായി ഒരുമിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. RSSന്റെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും ഉറച്ച പിന്തുണയോടെ കാസ BJPയിലെ അല്ലെങ്കിൽ NDAയിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയായി മാറും. ഇതിലൊരു ഉദ്ദേശമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ കാസ സ്ഥാനാർത്ഥികളെ നിർത്തും, അതും BJP പിന്തുണയോടെ. വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള മണ്ഡലങ്ങളിലാണ് കാസ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഇത്തരത്തിൽ കാസയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായ തോതിൽ അവർക്ക് ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. BJPക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ, കാരണം ഇപ്പോഴും ഒരു വലിയ വിഭാഗം ക്രൈസ്തവർ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്യാൻ അല്പം ഒന്ന് മടിക്കുന്നുണ്ട്. അത്തരം ആളുകളെ കൂടുതലായി BJPയിലേക്ക് കൊണ്ടുവരുക എന്ന തന്ത്രപരമായ ഒരു നീക്കമാണ് കാസ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 20ഓളം മണ്ഡലങ്ങളിൽ കാസയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും അല്ലെങ്കിൽ കാസ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും അവയ്ക്ക് BJP പിന്തുണ നൽകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായും BJP അല്ലെങ്കിൽ NDA പക്ഷത്തേക്ക് ഒഴുകി എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഈ 20 മണ്ഡലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളാണ് ഈ 20 മണ്ഡലങ്ങൾ. ഇതുവഴി 20 മണ്ഡലങ്ങളിലെയും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കാനുള്ള ഒരു തന്ത്രപരമായ കുടില ബുദ്ധി കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. 20 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള 20 മണ്ഡലങ്ങളിൽ കാസയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിലും അവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനായിരിക്കും. കാരണം കോൺഗ്രസിനെ 3ാം തവണയും കേരളത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന സംഘപരിവാർ തന്ത്രം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ് കാസയിലൂടെ RSS ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ തെക്കൻ കേരളത്തിലെ 20 മണ്ഡലങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ കാസയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ബാക്കി സ്ഥലങ്ങളിലെല്ലാം BJPയുടെ സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യും. കാസയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് BJPയും BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് കാസയും വോട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു അന്തർധാരയാണ് ഇവർ തമ്മിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാന സംഭവം എന്ന് വെച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാതിരിക്കുക, UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ UDFിൻ്റെ ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളെ ചിതറിച്ച് കളയുക എന്നുള്ളതാണ് കാസയുടെ പുതിയ പാർട്ടിയുടെ ലക്ഷ്യം. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊക്കെയാണ് പുതിയ പാർട്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊന്നും കാസയ്ക്ക് ഒരു സ്വാധീനമില്ല. ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലിയ സ്വാധീനമില്ല. കേരളം പോലുള്ള സ്ഥലങ്ങളിലാണ് ക്രൈസ്തവർക്ക് രാഷ്ട്രീയത്തിൽ നിർണായകമായ റോളും പങ്കുമുള്ളത്. അതുകൊണ്ട് ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വോട്ടുകളെ ചെതറിച്ചുകൊണ്ട് UDFിനെ മൂലയ്ക്കിരുത്തുകയും അതോടൊപ്പം BJPക്ക് 5ഓ 6ഓ സീറ്റുകൾ നിയമസഭയിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് കാസയുടെ പുതിയ പാർട്ടിയുടെ ലക്ഷ്യം.